ഹായ്, നമസ്കാരം. ഇപ്പം വിക്രമിൻ്റെയും വേദയുടെയും പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും പവിത്രത്തിൻ്റെ പുതിയ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയുടെ വീട്ടിലേക്ക് വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടെ എത്തിയിരിക്കുകയാണ്. വളരെ കാര്യമായിട്ട് തന്നെ നമ്മുടെ മാഷും കമലയും കൂടി അവരെ സ്വീകരിച്ച് അകത്തേക്ക് കയറ്റി. അപ്പം വേദയെ ഇവരെ അമ്മയെ കണ്ട ഉടനെ തന്നെ ആ അമ്മയെന്നൊക്കെ വിളിച്ച് വളരെ സന്തോഷത്തോടെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ അകത്തെ ഹാളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ വേദയുടെ അമ്മ വേദയുടെ ബാഗ് അവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട്. അപ്പം ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇവിടെ നിൻ്റെ സ്ഥാനം ഇവിടെയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ വേദ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് വേദയുടെ അമ്മ ഒത്തിരി സങ്കടത്തോടെ പറയുന്നുണ്ട്, എന്തിനാ മോളെ ഇതിൻ്റെ ആവശ്യം നിനക്കില്ല, നീ എന്തായി കാണിക്കുന്നത്, അതൊന്നും വേണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഒത്തിരി കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും വേദ വകവയ്ക്കുന്നില്ല. എന്നിട്ട് വേദയുടെ ഇവരൊരു മരുമകളായിട്ട് നിന്നെ അംഗീകരിച്ചിട്ടില്ല, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇവളെ ഞങ്ങളൊരു മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെ നമ്മുടെ മാഷ് പറയുന്നുണ്ട്. അന്നേരം കമല അവർക്ക് കഴിക്കാനായിട്ട് ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ജ്യൂസ് കയ്യിൽ വാങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ മാഷ് പറയുന്നത് കേട്ട് വേദയുടെ അമ്മ വളരെ സങ്കടത്തോടെ കുടിക്കാൻ കൊടുത്തത് അവിടെ വെച്ചിട്ട് അങ്ങ് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വേദ അവർക്കൊപ്പം പുറത്ത് അമ്മയെന്ന് വിളിച്ച് പുറകിലേക്ക് നടക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ മുത്തശ്ശി അവിടെ നിന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങൾക്കിതുപോലൊരു മരുമകൾ ഇനി കിട്ടത്തില്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ വിധിയാണ്. അപ്പം നിങ്ങളുടെ ഇത്രയും നമ്മുടെ ഒരാളെ വില നിശ്ചയിക്കുന്നത് അവരുടെ പണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊന്ന് കാര്യങ്ങളൊന്നും കൊണ്ടല്ല, അവരുടെ സമ്പന്നമായ അറിവും അവരുടെ ബഹുമാനവും ലാളിത്യവും അങ്ങനെയൊക്കെ കൊണ്ട് മാത്രമാണ് അവരുടെ അറിവ് എത്രത്തോളം വലുതാണെന്ന് കാണാം എന്നുള്ളത് മാത്രമാണ് അവരുടെ ഒരു വില നിശ്ചയിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കിതുപോലൊരു മരുമകൾ ഇനി കിട്ടാനൊന്നും പോകുന്നില്ല, എന്തുകൊണ്ടും വളരെ ഞങ്ങൾ വളരെ ലാളിച്ചും സ്നേഹത്തോടെയും വളർത്തിയതാണ് നമ്മുടെ വേദമോളെ. അപ്പം നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ അവളെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഭാഗ്യവതികളാണെന്നൊക്കെ പറഞ്ഞ് അവളൊരു മോളെപ്പോലെ തന്നെ നിങ്ങൾ നോക്കണമെന്നൊക്കെ കമലയോട് നമ്മുടെ മുത്തശ്ശി പറഞ്ഞിട്ട് മുത്തശ്ശിയും അവിടുന്ന് സങ്കടത്തോടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് നമ്മുടെ വേദ അമ്മയുടെ പുറകിലേക്ക് ചെന്നിട്ട് റോഡിൽ ചെന്ന് വേദ അമ്മയോട് സംസാരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, എന്താ അമ്മയെ കാണിക്കുന്നത്, ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ഇതിലൊന്നും ഒരു വിഷമമില്ല, ഇതാണ് ഇനി എൻ്റെ വീടെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, മോളെ ഇതാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറയുമ്പം പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെയൊന്നും പറയരുത്, വിക്രം നല്ല ആളാണ്, ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് എൻ്റെ ഉദ്ദേശം എന്നുള്ളത് അമ്മ ഒന്ന് മനസ്സിലാക്കാതെ എനിക്ക് അമ്മയോടിപ്പം റിവീൽ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മുടെ വേദ വേദയുടെ അമ്മയോട് സംസാരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേദ തിരിച്ച് അകത്തേക്ക് കയറുന്നതും വേദയുടെ അമ്മയും മുത്തശ്ശിയൊക്കെ പോകുമ്പം നമ്മുടെ വിക്രം പോകുമ്പോൾ തന്നെ എന്തോ എടുക്കാൻ മറന്നു പോകുമ്പോൾ തിരികെ എത്തുകയാണ്. അപ്പോൾ അവരുടെ കാറ് പോകുന്നതൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് വിക്രം വീട്ടിലേക്ക് എത്തുമ്പോൾ നോക്കുമ്പോൾ വീണ്ടും അവളൊരു ഒരു പ്ലേറ്റിൽ പഴങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ കാണുമ്പോൾ, നീ പോയില്ലായിരുന്നു, ഇല്ല ഞാൻ പോയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേദയോട് തർക്കിക്കുകയാണ്. വിക്രമും വേദയും തമ്മിൽ നല്ല തർക്കം വരികയാണ്. എന്താടി നീ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്, ഇങ്ങനെ നോക്കുന്നത് എന്തിനെന്നൊക്കെ പറയുന്നുണ്ട്, ഇത് അച്ഛൻ കഷ്ടപ്പെട്ട് പറമ്പിൽ നിന്ന് കിളച്ച് വന്ന വാഴയിൽ കിളിർത്തത് പഴങ്ങളെ വേണമെങ്കിൽ കഴിക്കുമെന്നൊക്കെ പറഞ്ഞ് അവൾ രണ്ടെണ്ണമൊക്കെ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ പോകുമ്പോൾ ഒരെണ്ണം എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു സംഭാഷണം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കങ്ങളും വഴക്കുകളും ഒക്കെ അതിലും കാണിക്കുന്നുണ്ട്. അങ്ങനെ വേദ അതെല്ലാം കഴിഞ്ഞിട്ട് അകത്തേക്ക് ഇപ്പോൾ കയറി പോകുന്നുണ്ട്. വിക്രമൻ ദേഷ്യത്തിൽ ഇതിൻ്റെ ഞാൻ തീരെ തറയാണടി, ഞാൻ കൊള്ളാത്തതാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതുപോലെ ഞാൻ ഇതുവരെ ഒന്നും തറയൊന്നും ആയിട്ടില്ല, ആരെയും ചീത്തയും പറഞ്ഞിട്ടില്ല, പക്ഷേ എന്നെക്കൊണ്ടും ഇനി അങ്ങനെ പറയിപ്പിക്കരുതെന്നൊക്കെ നമ്മുടെ വേദയും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വിക്രം ഇങ്ങനെ വേദ ഇങ്ങനെ അന്തമിട്ടൊക്കെ നോക്കുന്നുമുണ്ട്. എന്നിട്ട് വേദ അകത്തേക്ക് കയറിപ്പോൾ വിക്രം ബൈക്ക് എടുത്ത് പോകുന്നുണ്ട്. കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയും അമ്മയും കൂടി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ജഡ്ജ് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു എന്നപ്പോഴും സഹോദരൻ്റെ വൈഫ് വർഷ പറയുന്നുണ്ട്, വേറെ എവിടെ പോകാൻ വേദയെ അന്വേഷിച്ച് നടക്കുന്നതായിരിക്കും, അവളെ വീട്ടിലേക്ക് പോയതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അതേ പോയതാണ്. അപ്പോൾ എന്തിനാ പോയത്, അവളുടെ തീരുമാനം അനുസരിച്ചല്ലേ അവളവിടെ നിൽക്കുന്നതെന്നൊക്കെ നമ്മുടെ ജഡ്ജ് പറയുന്നുണ്ട്. അല്ല എന്തായാലും മോൾക്ക് വരാൻ മോളുടെ അച്ഛനല്ലേ, അപ്പോൾ ഒന്ന് പോയി സംസാരിച്ചുകൂടി, അവൾക്ക് ഒന്ന് മനസ്സ് മാറാൻ വലിയ താമസമൊന്നും വേണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദയുടെ അമ്മ വേദയുടെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ തർക്കിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്കെപ്പോഴും ദൈവങ്ങളും ദൈവവിധികളും അതൊക്കെയാണല്ലോ ഭയങ്കര വലുത്, അപ്പോൾ അതാണ് ഏറ്റവും വലിയ കാര്യമൊന്നും പറഞ്ഞല്ലേ നിങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹവും തിരിച്ച് മറുപടി പറയുന്നുണ്ട്. എന്നിട്ട്
മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇവിടെ അവളുടെ സഹോദരനായിട്ട് നീയുണ്ട്, നീ എന്താ അവൾക്കൊരു സഹായം ചെയ്യുന്നുണ്ടോ, നീ അവളെ എന്തോ ഒരു താങ്ങാണോ കാണിക്കുന്നത്, ഒരു അനിയത്തിയുണ്ട്, അനിയത്തിയായിട്ട് നീ അവളെ വേദയെ എന്തെങ്കിലും ആ രീതിയിലൊന്ന് പരിഗണിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അനിയത്തിയോടും സഹോദരനോടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നിട്ട് ഈ വേദയുടെ അച്ഛനങ്ങ് റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ ചെന്നിട്ട് വേദയെ ഇങ്ങനെ ഓർത്ത് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ സങ്കടത്തോടെ ഇരുന്ന് ഒരു കണ്ണീരൊക്കെ വരികയാണ്. അപ്പം വേദയുടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് വേദയുടെ അച്ഛൻ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വേദയുടെ വീട്ടിലേക്കാണ്. വേദയുടെ വീട്ടിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ ദൈവത്തിനോട്, നമ്മുടെ പരമശിവനോട് ഇങ്ങനെ സംസാരിക്കുന്നതാണ്. നിലവിളക്കിൻ്റെ മുന്നിൽ നിന്ന് ഇരുന്ന് പിന്നെ തൊഴുതിട്ട് പറയുകയാണ്, ഇങ്ങനെ എനിക്കിങ്ങനെ വരാൻ പറ്റിയത് എന്തിനാണോ എങ്ങനെയാണോ എന്നൊക്കെ, എന്താണ് നീ മനസ്സിൽ വിചാരിക്കുന്നതെന്നൊക്കെ പറയൂ എൻ്റെ മഹേശ്വര എന്നൊക്കെ പറഞ്ഞ് ഭഗവാനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് നമ്മുടെ രാധ വരികയാണ്. നമ്മുടെ ഓട്ടോ ഡ്രൈവർ വിക്രമിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുണ്ടല്ലോ രാധ, അവളോട് വരികയാണ്. അങ്ങനെ രാധ പറയുകയാണ്, ഹലോ നിങ്ങളിത് ആരോടാ സംസാരിക്കുന്നതെന്ന് അതൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്താ കാര്യം? അപ്പോൾ പറയും ഇങ്ങനെ അവൾ പിന്നെ രാധ ഇങ്ങനെ വേദ ഇങ്ങനെ വിളിക്കുന്നതൊക്കെ കാണുമ്പോൾ വേദ പറയും, എനിക്കൊരു പേരുണ്ട് വേദ എന്ന്. ഓ വേദയോ എന്തോ, എനിക്ക് ആ പേരെന്ന് വിളിക്കാനൊന്നും വയ്യ എന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ കുറിച്ചൊക്കെ നമ്മുടെ രാധ പറയുകയാണ്. വിക്രം വളരെ അഴുക്കിയാണ്, ഒട്ടും സ്വഭാവം കൊള്ളില്ല, മയക്കുമരുന്നും കഞ്ചാവും പെണ്ണും എല്ലാ കേസും വിക്രമിനുണ്ട്, മാത്രമല്ല സ്ത്രീകളെ ഉപദ്രവിക്കുക അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രാധ എല്ലാ കാര്യങ്ങളും വിക്രമിനെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ അത്രയും നമ്മുടെ വേദയോട് പറയുകയാണ്. അപ്പോൾ വേദ ഇതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ വേദ ഇങ്ങനെ എല്ലാം ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ രാധ വീണ്ടും വിക്രമനെ, നീ എന്തിനാ പിന്നെ നീ ഇവിടെ നിൽക്കുന്നത്, നിനക്കിതിൻ്റെ ആവശ്യം വല്ലതുകൊണ്ട്, നിനക്ക് നിൻ്റെ വീട്ടിൽ തന്നെ തിരികെ പൊക്കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വേദയെ കുറേ ഇങ്ങനെ കമ്പൽ ചെയ്യുന്നത് പോലെ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും പിന്നെ വേദ ഇങ്ങനെ എല്ലാം ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്, അവൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട്. അങ്ങനെ പറഞ്ഞാണ് ഈ ഭാഗം പൂർണ്ണമാകുന്നത്. എന്നിട്ട് ഇനിയിപ്പോൾ വേദയുടെ അച്ഛൻ മിക്കവാറും നാളെ വേദയെ കാണാനായിട്ട് വീട്ടിൽ വരുന്നുണ്ട്, അച്ഛനും വേദയുടെ ആങ്ങളെയായിട്ട് ചേർന്ന്. പക്ഷേ അവരോടും വേദ ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളെ ഉപദ്രവിക്കരുത്, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ അംഗീകരിക്കണമെന്നൊക്കെ പറഞ്ഞ് ആണ് സംസാരിക്കുന്നത്. ഒരു കാരണവശാലും വേദ വീട് വിട്ട് വരുന്നതുമല്ല എന്നാണ് അച്ഛൻ അറിയിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റിവ്യൂ. ഓക്കെ, താങ്ക് യു.